ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ നിറച്ച് പ്രോഗ്രാം ആയിരിക്കും. അപ്പോൾ ഇപ്പൊ സ്റ്റേജിലായാലും അങ്ങനെയൊക്കെ കുറേ പ്രോഗ്രാംസ് ഉണ്ടാവില്ലേ ഈ ക്രിസ്മസിന്റെ ഒക്കെ. അങ്ങനെ ആയതുകൊണ്ട് ഞാൻ മൊത്തത്തിലൊരു കിളി പോയ അവസ്ഥയിലാണുള്ളത്. കോഴിക്കോട് ബ്രാഞ്ചിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പം സമേതയുടെ ഓൺ പ്രൊഡക്ട്സാ എല്ലാം. പിന്നെ ഇത് മറ്റേ ധാരയുടെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെക്കുന്ന ഒരു സാധനമില്ലേ, എനിക്ക് അറിഞ്ഞൂടെ, ചുമ്മാ പറയുന്നേ, തല ഇറക്കുന്ന സാധനത്തിന് ഞാൻ അതാണ് എൻ്റെ ഒരു ധാരണ. സത്യമായിട്ട് നമുക്ക് ഭയങ്കര എന്നെ അതിന്റെ വാക്കെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടെ. എനിക്ക് ഇവിടെ വന്നിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ അടുത്ത് ഞാൻ പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു. ഹായ് ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്താണ് കേട്ടോ. ഞാനിവിടെ ഫസ്റ്റ് ടൈം വരുവാണ്. പക്ഷെ ഒരുപാട് റിവ്യൂസും ഇത് മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. പേര് പറഞ്ഞു കഴിയുമ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള സമേത ആയുർവേദയിലാണുള്ളത്. സമേതയ്ക്ക് ഇവിടെ ട്രിവാൻഡ്രം മാത്രമൊന്നുമല്ല, പല ബ്രാഞ്ചസ് ഉണ്ട്, കുറേ സ്ഥലത്തുണ്ട്. കൊച്ചി, കോഴിക്കോട്, അങ്ങനെ കുറേ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ വരണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമാണ്. എനിക്ക് ഈ ആയുർവേദ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാലോ, എനിക്കത് അമ്മയ്ക്കത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ക്രിസ്മസിൻ്റെ സമയമായി കഴിഞ്ഞപ്പോൾ ഒരു ക്രിസ്മസ് വെക്കേഷനും ഇതും കൂടെ ഒരുമിച്ചൊക്കെ നടന്നോളല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് പോകുന്നതാണ്. ഒരു ക്രിസ്മസ് സമയത്തേക്കൊക്കെ ആകുമ്പോൾ വീഡിയോ എപ്പോഴാണ് വരാൻ എനിക്കറിയണം. പക്ഷെ ഞങ്ങളുടെ ക്രിസ്മസ് ഒക്കെ ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇവിടെ വന്നിട്ട് ഇനി ട്രീറ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. എനിക്കങ്ങനെ ഭയങ്കര ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാനായിട്ടൊന്നും ഇല്ല. അത് ഓരോരുത്തർക്കും കസ്റ്റമൈസ് ചെയ്തിട്ടാട്ടോ ഇവിടെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തു തരാം. പക്ഷെ ഞാൻ വന്ന് പറഞ്ഞപ്പം എനിക്ക് കുറച്ച് സമാധാനമായിട്ടിരിക്കണം, അതായിരുന്നു വേണ്ട. കാരണം എൻ്റെ ഒച്ച കേട്ടാൽ തന്നെ അറിയാം, ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ നിറച്ച് പ്രോഗ്രാം ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ സ്റ്റേജിലായാലും അങ്ങനെയൊക്കെ കുറേ പ്രോഗ്രാംസ് ഉണ്ടാവില്ലേ ഈ ക്രിസ്മസിൻ്റെ ഒക്കെ. അതൊന്നും കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മിണ്ടായിരിക്കുന്ന സ്വഭാവമില്ലല്ലോ. ഞാൻ ചെന്ന് അലച്ചലച്ച് മടുക്കും, ഉറക്കം ഒന്നും സെറ്റാകത്തില്ല, എന്നിട്ട് ഒച്ചയൊക്കെ ഫുൾ അങ്ങ് പോകും. അപ്പം അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇവിടേക്ക് വന്നു. എനിക്ക് ഞാൻ 3 ഡേയ്സിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കുന്നത്. ഞാനും അമ്മയും ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അകത്ത് കയറിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാനിവിടെ ആദ്യമേ അകത്ത് കയറി വന്നത് മൊത്തത്തിൽ പരിചയപ്പെട്ടായിരുന്നു. അതാണ് ഞാൻ എൻ്റെ വീട് പോലെ ഇങ്ങനെ കയറി പോകുന്നത്. ഇതിവിടെ വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് കേട്ടോ. ഈ സമയത്തിൽ വന്നപ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ഭയങ്കര നന്നായിട്ട് തോന്നുന്നത് ഇവിടുത്തെ എല്ലാവരുടെയും പെരുമാറ്റമാണ്. നമുക്ക് നമ്മുടെ വീട് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഡോക്ടർ ആണെങ്കിലും, ഇവിടുത്തെ പ്രഷർ ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടറുമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഡോക്ടർ പക്ഷെ ഇപ്പം ഇവിടെ ഇല്ല, കോഴിക്കോട് ക്ലിനിക്കിലാണ് ഉള്ളത്. അപ്പോൾ പ്രഷർ ഡോക്ടർ ഇങ്ങനെ വിളിച്ചിട്ട് ഓരോ സമയം കഴിയുമ്പോൾ ചോദിക്കും, നമുക്ക് അത് ചെയ്യട്ടെ, അങ്ങനെയാണോ, ഓക്കെ ആണോ, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. നമ്മളെ എണ്ണ വെപ്പിക്കണമെങ്കിൽ പോലും എന്നോട് ചെയ്യാം, എണ്ണ വെച്ചാൽ കുഴപ്പമുണ്ടോ, അങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ, എനിക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അതും കൂടെ ചെയ്തുതരാം കേട്ടോ, ഇതും കൂടെ ചെയ്തുതരാം. അങ്ങനെ ഭയങ്കര നന്നായിട്ട് എന്താ പറയുക, ഒരു നല്ലൊരു ഡോക്ടർ. അത് മാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഇവിടെ കുറെ ഡോക്ടേഴ്സ് ഉണ്ട്. ലേഡി ഡോക്ടേഴ്സ് ആയാലും ഇവിടെ ലേഡീസിന് മാത്രമാണ് ട്രീറ്റ്മെന്റ്. അപ്പോൾ ലേഡി ഡോക്ടേഴ്സ് ആയാലും സ്റ്റാഫ് ചേച്ചിമാരായാലും ഒക്കെ ഞങ്ങൾ ഭയങ്കര കൂട്ടായി. ഞാൻ വന്നിട്ടുള്ളൂ, എന്നാലും ഞങ്ങൾ കുറെ സംസാരിച്ചാണെങ്കിലും എല്ലാ കാര്യത്തിനെ പറ്റി ചോദിച്ചു. പിന്നെ ഇവിടുത്തെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അതൊക്കെ കുറെ വാരി എടുത്തിട്ടുണ്ട്, കുറെ സാധനങ്ങള്. അപ്പൊ എന്തായാലും മൊത്തത്തിൽ ഹാപ്പിയാണ്. ഇനി എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യണം. ട്രീറ്റ്മെന്റ് മീൻസ് എനിക്ക് എന്തൊക്കെ എടുക്കുന്നത് എനിക്കറിയാം. എനിക്ക് ഇതിന്റെ ഒന്നും പേര് വലിയ വശമല്ല. അതൊക്കെ ഞാൻ ഒന്നുകൂടെ ചോദിച്ചിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ശരവണ ഡോക്ടർ. ഡോക്ടറും ഞങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് അല്ലേ. അപ്പൊ ഡോക്ടറുടെ വീട് വടകരയിലാണ്. ഞങ്ങൾ ഓൾറെഡി ഒന്ന് പരിചയപ്പെട്ടു, അതാണ് എനിക്ക് പിന്നെയും പരിചയപ്പെടാൻ പറ്റാമോ. ഇതൊക്കെ ഒന്ന് കാണിച്ചു തരുന്നത്, ഇതൊക്കെ എന്നെ ഒന്ന് കാണിച്ചു തന്നാണ്. ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത് അല്ലേ, അല്ല കോഴിക്കോട് ബ്രാഞ്ചിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പം സമേതയുടെ ഓൺ പ്രൊഡക്ട്സാ എല്ലാം. ഇത് അല്ലേ, ഇത് ലിപ് ബാം, സ്കിൻ ബ്രൈറ്റനിങ് ഫേഷ്യൽ ഓയില്, പപ്പായ സോപ്പ്, ബേബി സോപ്പ്, നാൽപ്പമ്പലം കഷായം സോപ്പ്. ഇത് ഫേസ് മാസ്ക് ആണ്, സമേതയുടെ ഫേസ് മാസ്ക്. പിന്നെ ഇത് മറ്റേ തൈലം, എണ്ണ, അങ്ങനത്തെ സാധനങ്ങളാണ് അല്ലേ. ഇതൊക്കെ കഴിക്കാനുള്ള ഇനി ഇവിടെ ആരെങ്കിലും ലീവുണ്ടോ എന്നെ വിളിച്ചത്, ഞാൻ പറഞ്ഞ എല്ലാം പൊടിച്ചു കൊടുത്തേ. പിന്നെ കുറച്ച് ചേച്ചിമാരും ഡോക്ടേഴ്സും കൂടെ വരാനുണ്ട് അല്ലേ, അവരെയൊക്കെ ഞാൻ വഴിയെ പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഇവിടെ തന്നെയാണ് നമ്മുടെ ഭക്ഷണവും സ്റ്റേയും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ വെച്ചിട്ട് എണീച്ചതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, അച്ഛയും അമ്മയും ഞാനും അതൂട്ടൻ അമ്മാടിയും ഒക്കെ ഉണ്ട്. ഞങ്ങൾ ക്രിസ്മസ് ട്രിപ്പ് പോലെ ഇങ്ങോട്ടേക്ക് വന്നാണേ. അപ്പം നമ്മുടെ അവിടെ നിന്ന് കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് അത്യാവശ്യം ട്രിവാൻഡ്രം അല്ലേ, അപ്പൊ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അതുകൊണ്ടാണ് എന്നെ കാണുന്നത് ഉറക്കപ്പിച്ചിലിരിക്കുന്നത്. ഞാൻ നല്ല ഉറക്കമായിരുന്നു ഇങ്ങോട്ട് വരുമ്പോ. കുറച്ച് ദിവസമായിട്ട് ഉറക്കം വന്ന് അങ്ങ്
അങ്ങ് ശരിക്കും ഉറക്കമൊക്കെ ഉണ്ട്, ഉറക്കമൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ അതിന് മൊത്തത്തിൽ സെറ്റ് ആവാതെ കിടക്കില്ല, ഒരു സുഖമില്ലാത്ത തോന്നും. അങ്ങനെ ആയതുകൊണ്ട് ഞാൻ മൊത്തത്തിലൊരു കിളി പോയ അവസ്ഥയിലാണുള്ളത്. അപ്പൊ എന്തായാലും ഇതാണ് ഞങ്ങളുടെ റൂം, ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റൂം. പിന്നെ ഇവിടെ ഭക്ഷണം കഴിക്കുന്ന ട്രീറ്റ്മെന്റിന്റെ റൂമും ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പം ആയില്ല, നിന്നെ ചെയ്യാൻ വേണ്ടി സെറ്റാക്കി വെച്ചിരിക്കുക. ഇതാണ് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് റൂം. എനിക്ക് ഇതിനകത്തോട്ട് കയറി ഇനി പയ്യെ സംസാരിക്കുന്നു. ഇവിടെ ഒരു പാട്ടൊക്കെ ഇടും, ഒരു ചെറിയ മ്യൂസിക് ഒക്കെ. പക്ഷെ അത് ഞാനിപ്പോൾ വീഡിയോ എടുക്കണോണ്ട് ഓഫ് ചെയ്തതാ. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉറക്ക് വരാൻ തുടങ്ങി. ഇവിടെ ഇങ്ങനെ ഒരു പേടൊക്കെ തെളിച്ച് വെച്ചിട്ട് ഇതൊക്കെ സമയതയുടെ തന്നെ പ്രൊഡക്റ്റാണ്. ഇങ്ങനെ എണ്ണയും നമ്മളെ വെപ്പിക്കുന്ന എണ്ണ, പിന്നെ ഫേസ് പാക്ക്, അതെല്ലാം ഇനിയും കുറേ സാധനം വരാനുണ്ട്. ഇത് ചുമ്മാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനിയും ഒത്തിരി സാധനം യൂസ് ചെയ്യാറുണ്ട്. ഇവിടുന്ന് തന്നെ ഉണ്ടാക്കുന്ന കുറേ കൂട്ടൊക്കെ ഉണ്ട്, മരുന്നിൻ്റെ ഒക്കെ ആണെങ്കിലൊക്കെ. അപ്പൊ അതൊക്കെ എടുക്കും. പിന്നെ ഇത് മറ്റേ ധാരയുടെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെക്കുന്ന ഒരു സാധനമില്ലേ, എനിക്ക് അറിഞ്ഞൂടെ, ചുമ്മാ പറയുന്നേ, തല ഇറക്കുന്ന സാധനത്തിന് ഞാൻ അതാണ് എൻ്റെ ഒരു ധാരണ. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ നമ്മുടെ ബാത്റൂമും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാനൊക്കെ എളുപ്പത്തിന് അമ്മ അവിടെ എത്തി നോക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് റൂം. ഇത് ഒരു ട്രീറ്റ്മെന്റ് റൂമാണ്. ഇതുപോലെ തന്നെ വേറെ ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റിന് കയറുന്നതിന് മുന്നെയാണ്, എല്ലാ പ്രാവശ്യവും നമ്മൾ ട്രീറ്റ്മെൻറ്റിന് കയറുന്നതിന് മുന്നേ നമ്മൾ ജ്യൂസ് തരും. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് ഇവിടെ അമ്മ ചിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി കഴിയുമ്പോൾ എനിക്കിതൊന്ന് സുഖം പിടിച്ചു. അപ്പം എന്നെ എല്ലാ ദിവസവും അമ്മ ഇനി എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കണം. പിന്നെന്താ മോളെ, എന്ന് രാവിലെ വാട്ടർമെലൻ ജ്യൂസ് തരുന്നു, എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്നു. എൻ്റെ അഭിപ്രായമേ അത് അത്ര നല്ല അഭിപ്രായം ഇല്ല എനിക്ക്. ഓക്കേ.
എന്റെ ഇന്നത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു. ഇന്ന് എന്റെ ഫൈനൽ ഡേ ആയിരുന്നു കേട്ടോ. 3 ദിവസത്തെ ട്രീറ്റ്മെന്റാണ് ഞാൻ എടുത്തിരുന്നത്. ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു. മറ്റേ യുദ്ധമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതല്ല, കുറെ മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നു. നല്ല രസമുണ്ടായിരുന്നു എല്ലാ പ്രാവശ്യവും. എനിക്ക് അങ്ങനെ എല്ലാത്തിനും പേരൊന്നും എടുത്ത് പറഞ്ഞ് വിവരിക്കാൻ അറിയത്തില്ല, പക്ഷെ എല്ലാം നല്ല രസമായിരുന്നു, സൂപ്പർ ആയിരുന്നു. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്നും ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ ഒരു കാപ്പി കുടിക്കാനുണ്ട്, ഒരു ചുക്ക് കാപ്പി അല്ലേ, ഒരു ചുക്ക് കാപ്പി കുടിക്കാനുണ്ട്. ഇത് ഞങ്ങൾ എന്നും കുടിക്കും. താങ്ക് യു ചേച്ചിയാണ് എനിക്ക് എല്ലാം ചെയ്തു തന്നെ. എന്നോട് മുന്നേ പറഞ്ഞിട്ട് ഞാൻ ഊമയാണ്, എന്നോടൊന്നും ചോദിക്കരുത്. അല്ലേ ചേച്ചിയാണ് എനിക്ക് എല്ലാ ട്രീറ്റ്മെന്റും ഒക്കെ ചെയ്തു തന്നത്. നല്ലൊരു ചക്കര ചേച്ചിയാണത്. ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു 3 ദിവസം, ഞങ്ങൾ ഒന്നും ചെയ്തു ഇല്ല. എനിക്ക് എല്ലാ കാര്യങ്ങളും എന്നെ നോക്കി തന്ന ചേച്ചിയാണ്. പിന്നെ ഡോക്ടറിനെ നമ്മൾ താഴെന്ന് കണ്ടു. ഇനി ഇവിടെ ഒത്തിരി പേരുണ്ട്, ഒത്തിരി ഡോക്ടർമാരും വേറെ ചേച്ചിമാരുണ്ട്. അവരവിടെ പോയി താഴെയൊക്കെ ഉണ്ട്. ഞാൻ ഇറങ്ങുമ്പോ കാണിച്ചു തരാട്ടോ എല്ലാരെയും. എനിക്ക് ചോറുണ്ടണം. ഞാൻ എപ്പോ രാവിലെ കയറിയില്ലേ നമ്മള്, ഞാൻ രാവിലെ കയറിയതാ. എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ തിരിച്ചിറങ്ങിയത്. ചോറൊക്കെ ഉണ്ടണം പോയിട്ട്. പിന്നെ ഇവിടുത്തെ ഇനി ബാക്കി നമ്മുടെ റൂംസ് ഒക്കെ ഞാൻ കാണിച്ചു തരാട്ടോ. ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നതുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വെച്ച കിറുങ്ങി ഉണ്ടാവുക, 2 കിളി പറന്ന പോലെ. എനിക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടില്ല. അച്ഛനും അമ്മ എന്നെ കയ്യെ പിടിച്ച് അങ്ങോട്ടും കൊണ്ട് നടന്നാൽ ഞാൻ നടക്കും. അതെന്ന് വെച്ചാൽ നമുക്ക് ഈ സുഖമായിട്ടേ അങ്ങ് അതെങ്ങനെയാ അതിന് പറഞ്ഞു തരേണ്ടത് എനിക്ക് അറിയില്ല. ഭയങ്കര സമാധാനം. ആരെങ്കിലും വന്ന് നമ്മളെ തല്ലിട്ട് പോയാലും നമുക്ക് കുഴപ്പമില്ല, അങ്ങനെ നിൽക്കും. അമ്പാടി അതുകൊണ്ട് എത്ര പ്രാവശ്യം രക്ഷപ്പെട്ടു പോയി എന്നറിയാമോ. എന്നുവെച്ചാൽ എനിക്ക് അതിനോടൊന്നും റിയാക്ട് ചെയ്യാൻ തോന്നുന്നില്ല. അത്ര സ്ട്രെസ് ഒക്കെ കൂടി തലയ്ക്ക് തീ പിടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അയ്യോ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വരണം കേട്ടോ. സത്യസന്ധമായിട്ട് പറയാണ്. അതങ്ങനെ പറയണമെന്ന് വെച്ച് ഇനിഷ്യേറ്റ് ചെയ്ത് പറയുന്നൊന്നുമല്ല. സത്യമായിട്ട് നമുക്ക് ഭയങ്കര അതിന്റെ വാക്കെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടെ. എനിക്ക് ഇവിടെ വന്നത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ അടുത്ത് ഞാൻ പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു. കാരണം നമ്മളിപ്പോ നമുക്ക് വേണ്ടി തന്നെ കുറച്ച് സമയം ചെലവഴിക്കുക അങ്ങനെയൊക്കെ പറയൂലേ, ഒരു സെൽഫ് കെയർ, അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും അതിപ്പോ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായാലും എല്ലാ ആൾക്കാരും വന്നാലും ഒരേ ട്രീറ്റ്മെന്റ് അല്ല ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ടീനേജ് ആയതുകൊണ്ട് ചില സംഭവങ്ങൾ ചെയ്തുകൂടും. അപ്പൊ അതൊന്നും ചെയ്യിപ്പിക്കില്ല. നമ്മൾക്ക് വേണ്ടത് മാത്രം, അല്ലെങ്കിൽ അതിൽ പറ്റുന്ന ആ ഏജിൽ പറ്റുന്ന എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ കണ്ടീഷൻസ് എന്താ. ഇപ്പൊ ദേഹത്തിന് വേദനയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളത് അങ്ങനെ കസ്റ്റമൈസ് ചെയ്താണ് ഓരോ ആൾക്കാരും അവരോട് ചോദിച്ച് മനസ്സിലാക്കി. അതും ഭയങ്കര ഡോക്ടർ ഒരു പേഷ്യന്റ് അങ്ങനത്തെ ഒരു ബന്ധമല്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര കൂട്ടാ. ചേച്ചിമാരൊക്കെ ആണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മുടെ ഒപ്പം ഉണ്ടാവും. ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യമായാലും ഇവിടെ ഉണ്ടാക്കുന്നത് ഇപ്പൊ നമുക്ക് എപ്പോ ചോദിച്ചാലും ഒരു ചായ ഉണ്ടാക്കി തരുമോ, അല്ലെങ്കിൽ ഒരു ജ്യൂസ് ഉണ്ടാക്കി തരുമോ, അതൊക്കെ ചോദിച്ചാൽ നമുക്ക് അതൊക്കെ ചെയ്തു തരാനായിട്ട് ഇങ്ങനെ ആൾക്കാരാണ്. അതും ഇഷ്ടത്തോടെ ചെയ്തു തരുന്നത്. അതുകൊണ്ട് നമുക്കൊരു പ്രത്യേക സന്തോഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ. എനിക്ക് എന്തായാലും ഇനിയും വരണം ഉറപ്പായിട്ടും. കാരണം അത്ര ഇഷ്ടപ്പെട്ടു. ഇവിടെയും ഈ സ്ഥലമായാലും ഇവിടുത്തെ ഡോക്ടേഴ്സിനെ ആയാലും എല്ലാം സർവീസ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിവേ താങ്ക് യു സോ മച്ച്. നമ്മുടെ സമയത്തൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ആയുർവേദിക് സ്പായിലൊക്കെ ഇങ്ങനെ വരുന്നത്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുമ്പോഴല്ലോ ഇവിടുത്തെ ഫുഡ് എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. 2 ചേച്ചിമാരുണ്ട് ഇവിടെ. അവർ തന്നെ ഉണ്ടാക്കുന്ന 2 ചേച്ചിമാരുണ്ട്. ഞാൻ 2 ചേച്ചിമാരെ കണ്ടു. ചേച്ചിമാരുണ്ട് ഇവിടെ. ചേച്ചിമാർ തന്നെ ഉണ്ടാക്കുന്ന ഭയങ്കര ഹോംലി ഫുഡാണ്. അത് മാത്രമല്ല ഇവിടെ മെഡിസിനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും സമയതയുടെ തന്നെയാണ്. ഇവിടുന്ന് ഉണ്ടാക്കിയ മെഡിസിൻസ് ആണ് നമുക്ക് തരുന്നതും. ഇപ്പം നമ്മുടെ മേത്ത് യൂസ് ചെയ്യുന്നതാണെങ്കിലും മുഖത്ത് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ. എൻ്റെ മുഖം ഭയങ്കര സെൻസിറ്റീവാണ്. പുതിയതായിട്ട് എണ്ണ ഇട്ടാലും കുരു വരുന്നതാ. പക്ഷെ എൻ്റെ മുഖത്ത് ഒന്നും വന്നില്ല. ഞാൻ പക്ഷെ വന്നിട്ട് അപ്പം തന്നെ ഞാൻ പോകും. ഞാൻ വിചാരിച്ചു അങ്ങനെ വരും, പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ഫുൾ ഇവിടത്തെ ആയുർവേദ സാധനങ്ങൾ വെച്ചിട്ടുള്ള ഈ സ്പായും അതിൻ്റെ ഒക്കെ പേര് കുറച്ച് കെട്ടിയാണ് ഇൻഗ്രീഡിയൻസിൻ്റെ. അതുകൊണ്ട് അതിന് പറഞ്ഞാൽ അറിയത്തില്ല. ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞു അതും. പിന്നെ ഇങ്ങനെ മുടിയൊക്കെ പുകയ്ക്കുന്ന അത് കണ്ടിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് എന്ത് വീട്ടിൽ നിന്ന് അങ്ങനെ പുകച്ച് തരണം. ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നം. അന്നത്തെ വാങ്ങി വെച്ചത് എന്താ മറ്റേ പുകയ്ക്കുന്നത്. ഞാൻ വീട്ടിൽ തന്നെ ഷോർട്സ് ഇടാട്ടോ അന്ന് പുകയ്ക്കുന്നത്. ഒന്നൊക്കെ എന്നെ പുകച്ച് പുറത്ത് അടിയുന്നു. അതെ ഞാൻ ഇടാറ്. അതും അതിനകത്ത് ഇടാതെ സാധനമൊക്കെ ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് അല്ലേ. ഇതാണ് നമ്മൾ താമസിച്ച റൂം. ഇതിന്റെ അവസ്ഥ ഇപ്പൊ നമ്മൾ താമസിച്ചത് തന്നെ എന്താന്ന് എനിക്ക് അറിഞ്ഞോളൂ. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടുന്ന് സാധനമൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. കാരണം പോവാറായല്ലോ, വൈകുന്നേരമായി. അച്ഛാ എന്നെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒരു ശാലീന സുന്ദരിയെപ്പോലെ തോന്നില്ലേ? മണക്കുന്നായി ധൂപം അല്ലേ? ധൂപം അല്ലേ? ധൂപമാണ്.
എനിക്കറിയത്തില്ല, അത് മൂക്കി വരും എല്ലാവരും കുഞ്ഞുപാകരം മണയില്ലേ. ചുമ്മാ കണ്ടതിനെ കണ്ടതിനൊക്കെ പേര് ഇവിടത്തെ താഴത്തെ ചേച്ചിമാരോട് ചോദിച്ചു താഴത്തിന്റെ പേര് പഠിച്ചു. ആകെ കുന്തിരിക്കി അറിയുള്ളായിരുന്നു പൊടിക്കുന്നത്. ഇതായിരുന്നു നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇവിടുത്തെ ചേച്ചിമാരായാലും പിന്നെ നമ്മുടെ സർവീസിന് വരുന്ന രാത്രിയൊക്കെ വേറെ ചേച്ചിമാരുണ്ട്, രാവിലെയും വേറെ ചേച്ചിമാരുണ്ട്. എപ്പോഴും ഭക്ഷണം അറിയാതിരിക്കാൻ വയ്യ. നല്ല സൂപ്പർ, അതെ നല്ല സൂപ്പർ, നല്ല വീട്ടിലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമില്ലേ അതുപോലത്തെ ഭക്ഷണം. നല്ല അതിപ്പോ ചോറും കറിയായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, രാത്രിയിൽ അച്ചക്കൊക്കെ ആണെങ്കിൽ അച്ചക്ക് കഞ്ഞി വേണമെന്നുണ്ട്. ഇവിടെ എന്നും കഞ്ഞിയൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. നല്ല രസമായിരുന്നു, ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതാണ് എന്റെ റൂം. ഇങ്ങനത്തെ കുറെ റൂംസ് ഉണ്ട് കേട്ടോ, സ്റ്റേ ചെയ്യാനും ഒക്കെയുള്ള. താഴത്തും ഒക്കെ വേറെ റൂംസ് ഒക്കെ. ഇവിടെ വാർഡ്രോബ് ഒക്കെ ആണെങ്കിലും കുറെ ഉണ്ട്, ഒത്തിരി വാർഡ്രോബ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയുള്ള വാഷ്റൂം ആണെങ്കിലും നമ്മുടെ റൂംസ് ആണെങ്കിലും ഒക്കെ ഭയങ്കര നന്നായിട്ട് നീറ്റ് ആയിട്ടായിരിക്കും. നീറ്റ് ആൻഡ് ക്ലീൻ. അതെ. ഡോക്ടറെ ഹലോ, ഞങ്ങളൊരു വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഹലോ പറഞ്ഞേക്കേ. ഇതാണ് ഞങ്ങളുടെ ഡോക്ടർ കേട്ടോ. ഞാൻ ഡോക്ടറുടെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് തീർന്നു, അടിപൊളിയായിരുന്നു, ഭയങ്കര നല്ലതായിരുന്നു, ഭയങ്കര ഹാപ്പിയാണ്, നല്ല ഹാപ്പിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ സ്പാ ഒക്കെ ചെയ്യുന്നേ. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു കേട്ടോ. ഷുവർ ഷുവർ ഷുവർ, ഉറപ്പായിട്ടും. ടാറ്റാ, ബൈ. ഹലോ, ഓക്കെ ബൈ. താങ്ക് യു സോ മച്ച്. ഇത് ഞങ്ങളുടെ വെൽക്കം കിറ്റ് ആയിരുന്നു കേട്ടോ. ഇത് ഓൾറെഡി എനിക്ക് ഒരെണ്ണം കിട്ടി, പക്ഷെ അപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പൊ ഞാൻ പിന്നെ ഒന്നുകൂടെ എടുത്തു. എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ വാരി കൂട്ടി ഇട്ടിട്ടുണ്ട്. ഇത് ഞങ്ങൾ എടുത്ത് പറഞ്ഞാൽ അറിഞ്ഞൂടാ, ഒരു ബോഡി ഓയിൽ ഉണ്ട്, അതിട്ടാണ് നമ്മള് മസാജ് ഒക്കെ ചെയ്തിരുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ സോപ്പ് ഉണ്ട്, പിന്നെ ലിപ് ബാം, ചാറപറൂന്ന് ലിപ് ബാം വാരി ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ കൺമഷി, ഒരു ബ്രൈറ്റനിങ് ഓയിൽ ഉണ്ട് അല്ലേ, ബ്രൈറ്റനിങ്. ഇത് രാത്രി യൂസ് ചെയ്തിട്ട് രാവിലെ കഴിക്കണം. അങ്ങനെ ഒരു ഫേഷ്യൽ ബ്രൈറ്റനിങ് ഓയിൽ ഉണ്ട്. സോ അത്രയും സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും തന്നെ സാധനം എനിക്ക് വന്ന സമയത്തും തന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് ഞാൻ പിന്നെ എടുത്തുകൊണ്ട് പോകുന്നത്. എനിക്കും അതെ, അമ്മയ്ക്കും അതെ, ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ടാറ്റാ, പോയിട്ട് വരാം കേട്ടോ. എപ്പോഴെങ്കിലും കാണാം. ടാറ്റാ. അപ്പൊ ഡോക്ടറെ ബൈ. കാണാം. എല്ലാരോടും അന്വേഷണം പറയണേ. എന്റെ ബാഗ് വീണ്ടും മറന്നേ. അത് കിട്ടി. എന്റെ ബാഗ് കാണാതെ പോയിരുന്നു കേട്ടോ. ഞാൻ ആ ഹോട്ടലിലുണ്ടായിരുന്നു. ഞാൻ താമസിച്ച ഹോട്ടലുണ്ട്. ഞങ്ങൾ ഇവിടെ കിടന്ന് തപ്പല് ബാഗ്. അപ്പൊ അത്രയുള്ളൂ. ബൈ. ടാറ്റാ.